നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫിൽ നിന്ന് എത്തിയയാളെ സൽക്കാരം നടത്തുന്നതിലൂടെ സ്വന്തം സുഹൃത്ത് തന്നെ അടിച്ച് കഴുത്ത് ഞെരിച്ചും ക്രൂരമായി കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വെങ്ങണശ്ശേരി തേറാട്ടിൽ ജോർജിന്റെ മകൻ രാജു ആണ് മരിച്ചത്. 52 വയസ്സാണ് പ്രായം. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യനാണ് കൊല്ലപ്പെട്ട രാജു. സുഹൃത്തും അയൽവാസിയുമായ പുത്തൂർ ഫ്രിൻഡോയാണ് സ്വന്തം സുഹൃത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 4-ന് ദുബായിൽ നിന്ന് എത്തിയ രാജു തിരിച്ച് പോകാനിരിക്കെയാണ് സംഭവം. മരത്തിൻ്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിൻ്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിലുള്ള ചെറിയ പുരയിലായിരുന്നു സൽക്കാരം. ബുധനാഴ്ച രാത്രി നടന്ന സൽക്കാരത്തിന് 5 സുഹൃത്തുക്കളാണ് എത്തിയിരുന്നത്. അതിൽ 4 പേർ മടങ്ങിയതിനു ശേഷം പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. പിന്നീട് അത് വലിയൊരു തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നു. രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. പിന്നീട് ഫ്രിൻഡോ രാജുവിനെ സമീപത്തിരുന്ന ഒരു പട്ടിക കൊണ്ട് അടിക്കുകയും എന്നിട്ടും ദേഷ്യം തീരാതെ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ രാജു മരിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പ്രതി പോലീസിന് നേരെയും കയ്യേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഇൻസ്പെക്ടർ KN മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കീഴടക്കി സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പോഴും ഇയാൾ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. രാജുവിൻ്റെ ഭാര്യ സിജി, മക്കൾ ഹേബ, ഹെല്ല. മദ്യലഹരിയിലാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കവും പിന്നീട് സംഘട്ടനവും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് രാജു മരിച്ചിരുന്നു. ആക്രമണത്തിൽ തലയ്ക്കടിയേൽക്കുകയും അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ചതുമാണ് കൊലപാതകത്തിന് കാരണം. നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഇരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്നുള്ളത് വ്യക്തമല്ല. കാരണം കൃത്യമായിട്ട് ഈ പറയുന്ന വ്യക്തി വിദേശത്ത് നിന്ന് നാട്ടിലെത്തി തിരിച്ചു പോകുന്നതിൻ്റെ തലേദിവസം ഒരു മദ്യസൽക്കാരം നടക്കുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ മദ്യസൽക്കാരം, അല്ലെങ്കിൽ രാജുവിനെ കൊലപ്പെടുത്താനായിട്ട് ഫ്രിൻഡോ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ, അതോ അപ്പോഴുണ്ടായ ഒരു മദ്യസൽക്കാരത്തിനിടെ ഉണ്ടായ പ്രകോപനത്തിൻ്റെ പേരിലാണോ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇടപാടുകളോ ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. മറ്റുള്ള സുഹൃത്തുക്കളെ അടക്കം, അതായത് ഈ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് 4 സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യവും വരാനുള്ള സാധ്യതയുണ്ട്.